എല്ലാ ബിസിനസ്സും എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് 100% നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലാണ്. കെമിക്കലായിട്ടെന്ന് പറയാനായിട്ട് ഇതിലൊന്നും തന്നെ ഇല്ല. തലമുടിയുടെ ആരോഗ്യം നന്നാക്കാനും കൊഴിച്ചിൽ മാറ്റാനും നല്ല പഴയ നാടൻ പ്രയോഗങ്ങൾ സ്വയം പരീക്ഷിച്ചപ്പോൾ ഗോപികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. പാരമ്പര്യ പച്ചമരുന്നുകൾ നൽകുന്ന റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ്. ഒരു ഉൽപ്പന്നത്തിന് ഗുണഭോക്താവ് സ്വയം തന്നെ ആകുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടല്ലോ. ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് ഇനി എന്തിന് താമസിക്കണം? എൻ്റെ പേര് ഗോപിക മനോജ്. ഞാനിവിടെ ആറ്റിങ്ങൽ നഗരൂർ ഭാഗത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ചാക്ക ITIയിലെ ഇമെക് സീനിയർ സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോൾ ഒരു സംരംഭക കൂടിയാണ്. ഏകദേശം 6 മാസത്തോളമായി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സിറ്റിയിലൊന്നും ജീവിക്കുന്നൊരു വ്യക്തിയല്ല, നാട്ടിൻപുറത്തുകാരിയാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതും തുടങ്ങിയതും എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ എൻ്റെ പാരൻസായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. തനിക്ക് നല്ല മെച്ചവും ഗുണവും തന്ന നാടൻ ചേരുവകളെ കാച്ചിയെടുത്ത് ഗോപിക മാർക്കറ്റിലേക്ക് ഇറങ്ങി. അതാണ് ഗോഡ്സ ഹെയർ ഓയിൽ. 21 വയസ്സുകാരിയുടെ പറഞ്ഞാൽ തീരാത്ത സംരംഭക യാത്ര അവിടെ തുടങ്ങുകയായി. ഇങ്ങനെ ഒരു ആശയം എനിക്ക് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഹെയർ ലോസ് അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഞാൻ തന്നെ ചില നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു നാച്ചുറലായിട്ടൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി അത് യൂസ് ചെയ്ത് നോക്കി. 1 വീക്കിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, എന്തുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കിക്കൂടാന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസിന് എല്ലാത്തിനും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൈതോന്നി, ഭൃംഗരാജ് എന്ന് പറയും. ഇത് ഹെയർ ലോസ്, അതുപോലെ തന്നെ ഡാൻഡ്രഫ്, ഹെയർ ഗ്രോത്തിന് എല്ലാത്തിനും നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ അതേപോലെ തന്നെ കറ്റാർ വാഴ എന്ന് പറയുന്നതും ഇതേപോലെ ഹെയറിൻ്റെ ഡ്രൈനെസ്, സ്പ്ലിറ്റ്നെസ് ഇതിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ITIയിൽ 2ാം വർഷ ഇലക്ട്രോണിക് മെക്കാനിക് സ്റ്റുഡൻ്റാണ് ഗോപിക. ഗോപികയുടെ ഒരു ബോട്ടിൽ ഹെയർ ഓയിലിന് 200 രൂപയാണ് വില. 50 ബോട്ടിൽ ഒരു മാസം വിൽക്കുന്നു. ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് സ്വന്തം നിലയ്ക്ക് സംരംഭം തുടങ്ങാൻ ഗോപികയ്ക്കായത് ലീപ് പ്രോഗ്രാമിൻ്റെ പിന്തുണയാണ്. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ഓയിലിനെ പറ്റിയൊക്കെ അറിയുന്നത് എൻ്റെ ഈ ഒരു ചുറ്റുപാടിൽ മാത്രമാണ്. കൂടുതൽ ആൾക്കാരിലേക്കൊന്നും എത്തിയിട്ടില്ല. ഫ്യൂച്ചറിൽ എനിക്ക് ഒരു ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഒരുപാട് ആൾക്കാരിലേക്ക് എൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് സ്പ്രെഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിലെ 104 ഗവൺമെന്റ് ITIകളിൽ വിദ്യാർത്ഥികളിൽ സംരംഭകത്വവും പുതിയ കാലത്തെ കഴിവുകളും വികസിപ്പിക്കാൻ ലീപ് പദ്ധതി ലക്ഷ്യമിടുന്നു. ട്രെയിനി സംരംഭകരെ വളർത്തിയെടുക്കുകയും അവരെ പിന്തുണയ്ക്കുകയുമാണ് ലീപ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളെക്കുറിച്ച് അറിയാനും ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ എനിക്ക് ഇൻസ്പിറേഷനായത് ലീപ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. ഞങ്ങളുടെ ITIയിൽ തന്നെ ലീപ് പ്രോഗ്രാമിൻ്റെ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനും അത് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ ലീപ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.